ഇവിടെ മുസ്ലിമിന്റെ ആധിപത്യമാണ്. അവരുടെ ഭരണം വരാൻ പോവുകയാണ്. അവരുടെ ഭരണം വന്നാൽ നമ്മൾ എല്ലാവരും ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കാൻ കഴിയുന്ന വർഗീയത മൈക്ക് വെച്ച് കെട്ടി പറയാൻ മടി കാണിച്ചിട്ടില്ലാത്ത വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിങ്ങളെ ഭയന്നാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് എന്ന് പറയാൻ മടി കാണിച്ചിട്ടില്ലാത്ത വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമാണെന്നും പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ. സ്വതന്ത്ര വായു ശ്വസിച്ച് മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം നേതാക്കന്മാരുടെ സൗകര്യം നോക്കി കേരള ഗവൺമെന്റ് ഭരിച്ചാൽ മതി എന്നുള്ള സ്ഥിതിയാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ. കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നത് വരെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗ് അവരുടെ രാജ്യം സൃഷ്ടിച്ച് ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ പോവുകയാണ്. മുസ്ലിം ആധിപത്യമുള്ള മലപ്പുറത്ത് നോമ്പ് കാലത്ത് ഒരു പെട്ടിക്കട പോലും തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഓടി നടന്ന് ഈ നാടിന്റെ മതസൗഹാർദ്ദവും സഹിഷ്ണുതയും തകർക്കാൻ കഴിയുന്ന തരത്തിൽ കെ.പി. ശശികല പോലും തോറ്റുപോകുന്ന തരത്തിൽ വർഗീയത പറയുന്ന ഇനിയും പറയാൻ യാതൊരു മടിയുമില്ലാത്ത വെള്ളാപ്പള്ളി നടേശൻ. പറഞ്ഞുപോയ വർഗീയ പരാമർശങ്ങളിൽ ഒരിക്കലും കുറ്റബോധം തോന്നിയിട്ടില്ലാത്ത വെള്ളാപ്പള്ളി നടേശൻ. നാവുപിഴ പറ്റിപ്പോയെന്ന് ഒരിക്കൽ പോലും ഏറ്റു പറഞ്ഞിട്ടില്ലാത്ത വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ ഒരാളുടെ മുന്നിൽ ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യയുടെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി ബിന്ദു കൃഷ്ണ സാഷ്ടാംഗം വീഴരുതായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ കെട്ടിയെഴുന്നള്ളിച്ച് മുഖ്യമന്ത്രിയുടെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കൊണ്ടു നടന്നതിനുകൂടിയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരണ്ടിവാലുകൊണ്ടടിച്ച് പിണറായി സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ പുറത്താക്കിയത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം.